അവിയലിന് വേണ്ടി വേണ്ട പച്ചക്കറികൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുരിങ്ങക്കോല്, തക്കാളി, വാഴയ്ക്ക, ക്യാരറ്റ്, പൊട്ടറ്റോ, സവോള, അതുപോലെ തന്നെ കോവയ്ക്ക, അങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണം ആവശ്യമായ പച്ചക്കറികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് നമുക്കൊരു കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് മുളക് പൊടിയും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. വേണ്ട പച്ചക്കറികൾ നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളരിക്കയുണ്ട്, കത്രിക്കയുണ്ട്, അതുപോലെ ക്യാരറ്റുണ്ട്, സവോളയുണ്ട്. ആവശ്യമായ എല്ലാ പച്ചക്കറികളും നീളത്തിൽ അരിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇപ്പം ഓണം വരുമ്പോൾ കേരളീയർക്ക് പ്രിയങ്കരമായ ഒരു കറി കൂടിയാണിത്. സദ്യയുടെയൊക്കെ ഒരു മാറ്റി കൂട്ടുന്ന ഒരു നമ്പർ 1 ഐറ്റമാണ് അവിയൽ. അപ്പം നമുക്ക് ഈ ഓണത്തിനൊരു അവിയലായാലും ഇവിടെ നാട്ടിലെ പോലെ സുലഭമായി കിട്ടുന്ന എല്ലാ പച്ചക്കറികളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു നല്ലൊരു ഹെൽത്തി വെജിറ്റബിൾ ഡിഷും കൂടെയാണ്. ഇപ്പം ചില പച്ചക്കറികളൊക്കെ എല്ലാവരും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊന്നും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മൾക്ക് പോലും എല്ലാ പച്ചക്കറികളും ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ചിലപ്പം അവിയൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പച്ചക്കറികളും ഉള്ളിൽ ചെല്ലുന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് കൂടിയാണ്. ഇപ്പം ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും അതിന് നമുക്ക് ഇതൊരു പ്ലേറ്റ്, പണ്ടൊക്കെ ആണെങ്കിൽ അവിയൽ വേകുമ്പോഴേ ഒരു പ്ലേറ്റ് അവിയൽ എടുത്ത് കഴിക്കുമായിരുന്നു. കാരണം അത് ആ സമയത്താണ് നമ്മൾ പച്ചക്കറികൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ല. ഇപ്പം ആ പച്ചക്കറികളുടെ തനതായ ടേസ്റ്റൊക്കെ നമുക്ക് മതിവോളം മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു, ഇതിലേക്ക് ഉപ്പ് ചേർത്തു. ഇനിയും ഇത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ പച്ചക്കറികളുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യം അനുസരിച്ച് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് അടി തീർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കും. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് ചേർക്കാം. തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ പാകത്തിന് പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പിന് ആവശ്യമായ ജീരകം, പച്ചമുളക്, അതുപോലെ ചെറിയ ഉള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പാകത്തിന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി അരപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കി അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് അടച്ച് വെച്ച് ആവിയിലൊരു ഞാൻ മിക്സായി പോയിട്ടുണ്ട്. പുളിവെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് പുളിയും കൂടെ പിന്നെ നമുക്ക് അടച്ച് വെച്ച് കുറച്ചുകൂടെ വറ്റി കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ ഏകദേശം എന്തോ നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. എത്രത്തോളം തേങ്ങ യൂസ് ചെയ്യാമോ അത്രത്തോളം ടേസ്റ്റാണ് അവിയലിന്. ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിന് മുകളിലായിട്ട്, പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വേവ് കുറവ് മതിയെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വേവുന്നതിന് മുമ്പായിട്ട് അരപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഈ പരുവത്തിന് കുറച്ചൊരു വാട്ടറി ഫോമിൽ ഉള്ള അവിയലാണ് കുറച്ച് ഇഷ്ടം കേട്ടോ. അതുപോലെ പിന്നെ ചിലർ ഇതിലേക്ക് തൈരൊക്കെ ചേർത്ത് കൊടുക്കും. പക്ഷെ നമ്മൾ ആവശ്യത്തിനായ പുളിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട തക്കാളിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് പാരച്ചൂടിന കോക്കനട്ട് ഓയിലാണിത്. നാട്ടിലൊക്കെയാണ് നല്ല ചക്കിലാട്ടിയ എണ്ണ തന്നെ കിട്ടും. നമുക്ക് നല്ല ഫ്ലേവറാട്ടോ. ഇത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിങ്ങനെ ചേർത്ത് നമുക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് നല്ല നാടൻ കറിവേപ്പില, അതിൻ്റെ ആ ഒരു സ്മെല്ല് ഫ്ലേവർ കിട്ടാൻ വേണ്ടി കറിവേപ്പില നമ്മൾ ഒന്നും കൂടെ ക്രഷ് ചെയ്തിടുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും കേട്ടോ.
സദ്യയിലെ മെയിൻ ഐറ്റമാണ് അവിയൽ. നമ്മുടെ അവിയലിതാ റെഡി ആയിരിക്കും. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.